നമസ്കാരം. AICC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 0.04 എത്ര മടങ്ങ് വലുതാണ് 0.18? 0.04 എത്ര മടങ്ങ് വലുതാണ് 0.18? ഇതിനകത്ത് ചെറിയ ക്ലാരിറ്റി കുറവുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്നിരുന്നാൽ പോലും നമുക്കത് ചെയ്യാം. 0.04 ഇതിൻ്റെ ഒരു എക്സ് മടങ്ങാണ് 0.18 എന്ന് നമുക്ക് വിചാരിക്കാം. ഇതിൻ്റെ ഒരു എക്സ് മടങ്ങ്. ഓക്കെ, എത്ര മടങ്ങാണെന്നാണ് ചോദ്യം, പക്ഷെ എത്ര ഒന്ന് വലുതാണെന്നാണ് കേട്ടോ. അപ്പൊ അത് കൂട്ടലൊക്കെ ഉണ്ട്, എന്നാലും അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട. 0.004 എക്സ് മടങ്ങാണ് 0.18 എന്ന് നമുക്ക് നോക്കാം എന്ന് വിചാരിക്കാം. അപ്പൊ ആ എക്സ് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇപ്പൊ 0.18 ഈ 0.004 നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യാം. അപ്പൊ 0.004 എന്ന് ലഭിക്കും. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര മടങ്ങ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മേളിലും താഴെയും ഡെസിമലിന് ശേഷം ഒരേ സംഖ്യകളാണോ എന്ന് അന്വേഷിക്കണം. മേളിൽ 1, 2 രണ്ടെണ്ണം ഉള്ള, താഴെ 1, 2, 3 മൂന്നെണ്ണം ഉള്ള. അപ്പം ഡിഫറൻ്റ് ആണ്, ശരിയല്ലേ? മേളിൽ 1, 2 രണ്ടെണ്ണം ഉള്ള, താഴെ 1, 2, 3 മൂന്നെണ്ണം ഉള്ള. അപ്പൊ മേളിൽ കുറവാ. അപ്പൊ എവിടാണോ കുറവുള്ളത് അവിടോട്ട് നിങ്ങൾ ജസ്റ്റ് അത്രയും കുറവുള്ളതിന്റെ അത്രയും 0 വെച്ച് കൊടുക്കുക. അപ്പൊ മേളിൽ 1, 2, 3 താഴെ 1, 2, 3 3 എന്നാവും. അപ്പൊ തുല്യമായി കഴിഞ്ഞാൽ ഡെസിമൽ കളയാം. അപ്പൊ നിങ്ങൾക്ക് 180 എന്ന് മണ്ടേ വരും. ഈ ഡെസിമൽ കളഞ്ഞാൽ 180, ഈ ഡെസിമൽ കളഞ്ഞാൽ 4 എന്ന് വരും. 180/4 45 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി. ചോദ്യം നമ്പർ 2, ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിന്റെയും വില ഉൾപ്പെടുന്നു. അപ്പൊ കുപ്പിക്കും വെള്ളത്തിനും കൂടെ ടോട്ടലി 15 രൂപയാണ്. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ് എങ്കിൽ കുപ്പിയുടെ വില എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കുപ്പിയുടെ വില എത്ര എന്നാ? വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ്. നിങ്ങൾക്ക് വേണേൽ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ, ഓപ്ഷൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കുപ്പിയുടെ വില നമുക്ക് വേണ്ടുന്നത്, കുപ്പിയുടെ വില. അപ്പൊ കുപ്പിയുടെ വില 1 രൂപ 50 പൈസയാണെന്ന് വിചാരിക്കുക. അപ്പൊ വെള്ളത്തിന്റെ വില, ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പൊ വെള്ളത്തിന്റെ വില എത്ര ആയിരിക്കും നിങ്ങൾ പറ? 12 രൂപ കൂടുതലാണെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ്. അപ്പം 12ഉം 1 രൂപ 50 പൈസയും കൂടെ ചേരും 13 രൂപ 50 പൈസ എന്ന് വരും. 13 രൂപ 50 പൈസ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 15 രൂപ കിട്ടുമെന്ന് മാത്രം നോക്കിയാൽ മതി. അതായത് കുപ്പിയുടെ വില 1 രൂപ 50 പൈസ, ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ എടുത്തു. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ്, അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ് എന്ന് വെച്ചാൽ 1 രൂപ 50 പൈസയോടൊപ്പം 12 രൂപ കൂട്ടുന്നത്. അപ്പൊ 12 1 രൂപ 50 പൈസയും കൂടെ ചേർന്ന് എത്ര? 13 രൂപ 50 പൈസ. അപ്പൊ വെള്ളത്തിന് 13 രൂപ 50 പൈസ. ഇത് രണ്ടും കൂടെ കൂട്ടപ്പം കുപ്പിയുടെയും വെള്ളത്തിന്റെയും കൂടെ ടോട്ടൽ രൂപ 15 ആവുകയാണെങ്കിൽ അത് നമ്മുടെ ഉത്തരം. നമുക്ക് കൂട്ടാം. 0 0 5 5 10 0 ഇഷ്ടം 1 3 1 4 1 5 1 15 രൂപ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഉത്തരം. ഓക്കെ, ഭാഗ്യം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ഇതും കൂടെ ഒന്ന് എടുത്തു നോക്കാം. ഓപ്ഷൻ ഡി, കുപ്പിയുടെ വില എന്ന് പറയുന്നത് 3 രൂപയാണ്. നമ്മുടെ വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ്. അപ്പൊ 12 രൂപ കൂട്ട്. അപ്പൊ 12 3 15 രൂപ വരും വെള്ളത്തിന്റെ വില. അപ്പൊ രണ്ടിനും കൂടെ ചേർന്ന് 18 രൂപയായി പോകും. നമുക്ക് രണ്ടും കൂടെ ചേർന്ന് എത്ര രൂപ മതി? 15 രൂപ മതി. അപ്പോൾ അതല്ല, മനസ്സിലായി? ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ്, 1 രൂപ 50 പൈസ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ജോൺ സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിന് എത്ര രൂപ ലഭിക്കും? കൂട്ടുപലിശയിലെ സാധാരണ ഒരു ചോദ്യം. അപ്പൊ നമ്മൾ എത്ര വർഷമാണെന്ന് ആദ്യം നോക്കണം. 3 വർഷം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കണം, 5%. എത്ര രൂപയാണെന്ന് നോക്കണം. പ്രിൻസിപ്പൽ എമൗണ്ട് 6 ലക്ഷം. അപ്പൊ നിങ്ങൾ 6 ലക്ഷത്തിന്റെ 5% തുടർച്ചയായിട്ട് എത്ര വർഷമാണോ അത്രയും തവണ കണ്ടെത്തണം. അപ്പൊ 6 ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. 6 എഴുതിയിട്ട് ജസ്റ്റ് 5 0 ഇട്ട് കൊടുത്താൽ മതി. 10 10 100 1000 10,000 ലക്ഷം. അതിന്റെ 5% ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കണം. അപ്പൊ അതിന്റെ 5% എന്ന് പറഞ്ഞാൽ 2 0 2 0 ഇവിടെ കട്ട് ചെയ്ത് പോയി. 6 × 5 30, 6 × 5 30, പിന്നെ 1 2 3 3 0 30,000. പിന്നെ ആ 30,000ത്തിന്റെ 5% കൂടെ കണ്ടെത്തണം. 30,000ത്തിന്റെ 5%.
2 0 കൂടെ കട്ട് ചെയ്ത് പോയി 1500. എത്ര വർഷമാണോ അത്രയും ടൈംസ് നിങ്ങളത് കണ്ടെത്തണം. എന്നിട്ട് 1500ന്റെ 5% കൂടെ കണ്ടെത്തണം. ഈ കിട്ടിയ 1500ന്റെ 5%. 3 വർഷമായിട്ട് 3 വട്ടം നമ്മൾ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. 15 5 75. ഓക്കെ, നമ്മുടെ എമൗണ്ട് 5 ഈ ലാസ്റ്റ് സാധനം കണ്ടുപിടിക്കുന്നില്ലേ, അതിൽ അവസാനിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമുള്ളൂ. ഓക്കെ, അതായത് അതിൽ ഇപ്പൊ ലാസ്റ്റ് നമ്പർ നിങ്ങൾ മൂന്നാമത് കണ്ടുപിടിച്ചില്ലേ 5 അവസാനിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമുള്ളൂ. ഓപ്ഷൻ പ്രകാരം 5 അവസാനിക്കുന്ന ഇയാൾ മാത്രമേ ഉള്ളൂ. ഇത് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം. മനസ്സിലായോ? ബാക്കിയെല്ലാം 2 0 അല്ലേ അവസാനിക്കുന്ന, 1 0. 5 അവസാനിക്കുന്നത് ഉത്തരവാദിത്തമുള്ളൂ. ഓക്കെ, അപ്പൊ അതായിരിക്കും നമ്മുടെ ഉത്തരം. അപ്പൊ ഇത് നമുക്ക് കറുപ്പിച്ചിട്ട് പോകാം. പക്ഷെ ഒന്നിലധികം 5 ഉണ്ടെങ്കിലോ, അപ്പൊ നമുക്ക് തുടരാം. അപ്പൊ 3 വർഷമാണെങ്കിൽ ഇപ്പൊ ഉത്തരം നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 3 വർഷമാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച ഒരു നമ്പർ ഉണ്ട്, 11ന്റെ ക്യൂബ് എടുക്കണം. 11ന്റെ ക്യൂബ് 1 3 3 1 1331. എന്നിട്ട് ഫസ്റ്റ് സംഖ്യയുടെ താഴെ നിങ്ങൾ എത്രയാണോ പ്രിൻസിപ്പൽ എമൗണ്ട് 6 ലക്ഷം അത് കൊണ്ടുവന്ന് ഒന്നാമത്തെ സംഖ്യയുടെ നേരെ എഴുതണം. 6 ലക്ഷം എന്ന് പറഞ്ഞാൽ 6 എഴുതിയിട്ട് 5 0. പിന്നെ ഓരോ സംഖ്യകളുടെ നേരെ നമ്മൾ കണ്ടുപിടിച്ച ഓരോന്ന് എഴുതണം. പിന്നെ 30,000 എഴുതണം. പിന്നീട് 1500 എഴുതണം. പിന്നീട് 75 എഴുതണം. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് താപ്പോട്ട് വെക്കണം. 1 × 60,000 6 ലക്ഷം. അപ്പൊ 6 ലക്ഷം എന്ന് കിട്ടും. 30,000 × 3 90,000. 1500 × 3 4500. 75 × 1 75. 6 ലക്ഷവും 90,000. ഓക്കെ, 6,90,000. 4,500. 6,94,500. 75. 6,94,575. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. എത്ര രൂപ 3 വർഷം കഴിഞ്ഞ് തിരികെ ലഭിക്കുമെന്ന് അറിയാം. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 6,90,000, 4,500, 75. 4,500 75, 4,575. 90,000 കൂടെ കൂട്ടപ്പം 94,575. 94,575. 6 ലക്ഷം കൂടെ കൂട്ടപ്പം 6,94,575. 6,94,575. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ആൾറെഡി നേരത്തെ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. ഒരു വസ്തുവിന്റെ പകുതി ഭാഗം ഇരട്ടി വിലയ്ക്ക് വിൽക്കുമ്പോൾ ലാഭശതമാനം എത്രയാണ്? ഒരു വസ്തുവിന്റെ പകുതി ഭാഗം ഇരട്ടി വിലയ്ക്ക് വിൽക്കുമ്പോൾ ലാഭശതമാനം എത്രയാണ്? ശ്രദ്ധിച്ചേട്ടോ. ഇവിടെ നമുക്ക് എണ്ണം എഴുതാം. ചുമ്മാ രൂപ, എണ്ണം രൂപ. അപ്പോൾ ഒരു വസ്തുവിന്റെ പകുതി ഭാഗം, ഇപ്പൊ പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ ഒരു 10 പേന ഞാൻ വാങ്ങിച്ചെന്ന്, വാങ്ങിയ സാധനം ആദ്യം ഇത് നിങ്ങൾ എഴുതിയിട്ടില്ല. ഇത്ര സാധനം ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ച് ഇത്ര സാധനം ഇത്ര രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര അല്ലെങ്കിൽ നഷ്ടശതമാനം എത്ര എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചതാണ്. അതിലൊരു 10 പേന ഞാൻ വാങ്ങിച്ചെന്ന് വിചാരിക്കുക, 10 രൂപയ്ക്ക്. ഓക്കെ, ഇത് ഞാൻ വാങ്ങിച്ച കഥയാണ്. 10 പേന 10 രൂപയ്ക്ക് വാങ്ങിച്ചു. വസ്തുവിന്റെ പകുതി ഭാഗം എന്ന് വെച്ചാൽ ഞാൻ 5 പേന ഇരട്ടി വിലയ്ക്ക് വയ്ക്കുന്നു. എന്ന് വെച്ചാൽ ഈ ചോദ്യത്തിനകത്ത് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഏതിൻ്റെ ഇരട്ടി വില? അതായത് ഈ 5 പേനയുടെ ഇരട്ടി വിലയാണോ അതോ ആ മുഴുവൻ സാധനത്തിന്റെ ഇരട്ടി വിലയാണോ എന്നുള്ളത് ഈ ചോദ്യത്തിനകത്ത് ഒരു വ്യക്തത കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഉത്തരം പറയാൻ പറ്റത്തില്ല. അപ്പൊ രണ്ടും ഞാനൊന്ന് ചെയ്ത് കാണിച്ചു, 2 രീതി ചിന്തിച്ചും ചെയ്ത് കാണിച്ചു തരാം. ഓപ്ഷൻ ഉള്ളതനുസരിച്ച് കറുപ്പിക്കാം അല്ലേ. ഓക്കെ, അപ്പൊ നോർമൽ ചിന്ത. അപ്പൊ 10 പേന 10 രൂപയ്ക്ക് വാങ്ങിച്ചെന്ന് വിചാരിക്കുക. അതിന്റെ പകുതി ഭാഗം മീൻസ് 5 പേന അതിന്റെ ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നത്. അപ്പൊ 10 പേന 10 രൂപയ്ക്ക് വാങ്ങിച്ചെങ്കിൽ 5 പേന 5 രൂപയ്ക്കായിരിക്കും മേടിച്ചത്. പക്ഷെ വിറ്റത് 10 രൂപയ്ക്കാണ്, ഇരട്ടി വിലയ്ക്ക്. എന്നുവെച്ചാൽ ഈ 5 പേനയുടെ ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നത്. ഓക്കെ, ഇതിന്റെ ലാഭശതമാനം എത്രയാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേനയുടെ വാങ്ങിയ വിലയും വിറ്റ് വിലയൊക്കെ കണ്ടുപിടിച്ച് ചെയ്യാം. അല്ല ഇത്രയും കിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ അങ്ങ് ചെയ്യാം. ഇത് ക്രോസ് ചെയ്യുക, ഇത് മൈനസ് ചെയ്യുക. 10 × 10 100 മൈനസ് ഇത് ഇങ്ങോട്ട് ചെയ്യുക. 5 × 10 50 ബൈ ഇട്ടിട്ട് ഈ രണ്ടാമത്തെ സംഖ്യ എപ്പോഴും താഴെ എഴുതുക. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, മൈനസ് ഇട്ടിട്ട് മേലോട്ട് ക്രോസ് ചെയ്യുക. രണ്ടാമത്തെ സംഖ്യ എപ്പോഴും താഴെ എഴുതുക. ഇൻറ്റു 100. ഓക്കെ, 100 × 50 ബൈ എത്ര? 50. 50 ബൈ 50 ഇൻറ്റു 100. ഈ 50 50 കട്ട് ചെയ്ത് 100% ലാഭമെന്ന് കിട്ടും. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ ആവാനാണ് ഈ സാധ്യത. എന്താണെന്ന് വെച്ചാൽ എണ്ണം രൂപ. ഞാൻ 10 പേന 10 രൂപയ്ക്ക് വാങ്ങുന്നു. 10 പേന 10 രൂപയ്ക്ക് വാങ്ങുന്നത്. അതിന്റെ പകുതി എണ്ണം, പകുതി പേന, അതായത് 5 പേന. ഈ 10 പേന വാങ്ങിച്ചതിന്റെ ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നു, മീൻസ് 20 രൂപയ്ക്ക് വിൽക്കുന്നു.
അപ്പൊ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല, ഇതാ ശരി കേട്ടോ. എന്നാലും ഞാൻ ഇത് ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ടും ഇനി ചോദ്യകർത്താവ് എന്തോ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് ഈ ചോദ്യപ്രകാരം മനസ്സിലാവാത്തത് കൊണ്ടും നമ്മളിത് ചെയ്യുവാണ്. അതായത് 10 പേന 10 രൂപയ്ക്ക് വാങ്ങുന്നത്, എന്നിട്ട് അതിന്റെ പകുതി പേന എടുത്ത് ആ മൊത്തം വാങ്ങിച്ചതിന്റെ ഇരട്ടി വിലയ്ക്ക് വയ്ക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇതിനകത്ത് ലാഭശതമാനം എത്രയാണെന്ന് കണ്ടെത്താൻ ക്രോസ് ചെയ്ത് മൈനസ് ചെയ്യുക. 10 × 20 200 മൈനസ് 5 × 10 50 ബൈ രണ്ടാമത്തെ സംഖ്യ താഴെ എഴുതുക ഇൻറ്റു 100. ഓക്കെ, എന്നിട്ടൊരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതായിരിക്കും നമ്മുടെ ലാഭശതമാനം. 200ൽ നിന്ന് 50 പോട്ടെ, 150. 150 ബൈ 50 ഇൻറ്റു 100. 150 ബൈ 50 എത്ര? 3. അപ്പൊ 3 × 100 300% ലാഭം. ഓക്കെ, 300% ലാഭം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഓപ്ഷൻ സി. ഇത് ഉത്തരവാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നില്ല. ഈ ചോദ്യത്തിന്റെ ക്ലാരിറ്റി കുറവുണ്ടായത് കൊണ്ട് തന്നെ നമുക്കൊരുപക്ഷെ ഈ ഒരു സാധ്യതയിൽ ഇങ്ങനൊരു ഉത്തരം കിട്ടുമെന്നുള്ളത് കൊണ്ട് അത് പറയുവാണ് കേട്ടോ. അടുത്ത ദിവസത്തിലോട്ടോ. വിരമിച്ച 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന്റെ ശരാശരി പ്രായം 64 ഓക്കെ, അപ്പൊ എണ്ണം കുറെ ആൾക്കാർ, ഇത് 2 രീതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 2 രീതി. ഒന്ന് സാധാ വലിയ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാത്ത സിമ്പിൾ മെത്തേഡ്. 2 നോർമൽ കാൽക്കുലേഷൻ, റിസ്ക് ഇല്ല. കാൽക്കുലേഷൻ ഇച്ചിരി കൂടപ്പോൾ റിസ്ക് കുറയും. ഓക്കെ, കാൽക്കുലേഷൻ കുറച്ച് ചെയ്യുമ്പം ചിലപ്പോൾ റിസ്ക് കൂടും കേട്ടോ. അപ്പൊ ആ കാൽക്കുലേഷൻ കുറച്ച് ചെയ്യുന്നതും കൂട്ടി ചെയ്യുന്നതും പറഞ്ഞുതരാം. അപ്പൊ 9 പേരടങ്ങുന്ന അവരുടെ ആവറേജ് പ്രായം 64 പറഞ്ഞു. ഒരംഗം ഗ്രൂപ്പ് വിട്ട്, അപ്പൊ ഒരംഗം ഗ്രൂപ്പ് വിട്ടപ്പോൾ അവിടെ 8 പേരായി. അപ്പൊ ശരാശരി 62 കുറയുന്നെന്നാ പറഞ്ഞേ. അപ്പൊ ശരാശരി 62 കുറഞ്ഞെന്ന് പറഞ്ഞാൽ 62 ശരാശരി. ഓക്കെ, ഇതാ എന്റെ കഥ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് സിമ്പിൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? 9 പേര് ഉണ്ട്, അവരുടെ കയ്യിലെല്ലാം 64 മിഠായി ഉണ്ടെന്ന് വിചാരിക്കുക. 9 പേരുണ്ട്, അവരുടെ കയ്യിലെല്ലാം 64 മിഠായി ഉണ്ട്. ഇതിൽ നിന്ന് ഒരാൾ ഇറങ്ങി അങ്ങ് പോയി. അപ്പൊ അയാൾ ഇറങ്ങിപ്പോയപ്പോ അയാളുടെ കയ്യിൽ എത്ര മിഠായി കാണും? 64 മിഠായി ഉണ്ട് ഇറങ്ങിപ്പോയപ്പോ. ഓക്കെ, ആ ഇറങ്ങിപ്പോയ ആളുടെ കയ്യിലെ മിഠായിയുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 9 പേരും 64 മിഠായി കൊണ്ടിരിക്കും. ഒരാൾ ഇറങ്ങിപ്പോയി, അയാളുടെ 64 മിഠായി ഉണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അയാൾ പോയപ്പം ബാക്കിയുള്ള 8 പേരുടെയും കയ്യിലെ മിഠായി 62 മാറി. അതിനർത്ഥം എന്തുവാ? നേരത്തെ അവരുടെ കയ്യിലെല്ലാം 64 മിഠായി ഉണ്ടായിരുന്നു, അപ്പൊ അത് 62 മാറി. മീൻസ് 2 കുറഞ്ഞ്. എന്ന് വെച്ചാൽ ഈ 8 പേര് 2 മിഠായി വെച്ചപ്പോ ഇയാൾക്ക് കൊടുത്തു വിട്ട് കണക്കില്ലേ? ഇയാളുടെ കയ്യിൽ ആൾറെഡി 64 മിഠായി ഉണ്ടായിരുന്നു. അപ്പൊ ഈ 8 പേര്, ബാക്കിയുള്ള 8 പേരും 2 മിഠായി വെച്ച് കൂടി ഇയാൾക്ക് കൊടുത്തു കാണും. അപ്പൊ ഇയാൾ പോയപ്പോ എത്ര മിഠായി കൊണ്ടാ പോയേ? അയാളുടെ കയ്യിലിരുന്ന് 64 മിഠായി, പിന്നെ ഈ 8 പേരും 2 മിഠായി വെച്ച് കൊടുത്തു. കാരണം 64 മിഠായി ഉണ്ടായിരുന്നു, പോയി കഴിഞ്ഞപ്പോ 62 ഉണ്ട്. അപ്പൊ 2 മിഠായി വെച്ച് കൊടുത്തതാണ് 8 പേരും. അപ്പൊ 16 മിഠായും കൂടെ അയാൾ കൊടുത്ത്, അയാൾക്ക് കൊടുത്തതാണ്. അപ്പൊ അയാൾ എത്ര മിഠായും കൊണ്ടാ പോയേ? 64 16 70 80 മിഠായും കൊണ്ടാ പോയേ. എന്നുവെച്ചാൽ പോയ ആളുടെ പ്രായം 80 ആയിരിക്കും. ഓക്കെ, ഇതാ വഴി. അല്ലെങ്കിൽ നോർമൽ സ്റ്റെപ്പ് വെച്ച് നമുക്ക് ചെയ്യാം. എണ്ണവും ആവറേജും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ടോട്ടലാണ്. ഓക്കെ, ടോട്ടൽ എണ്ണം ആവറേജ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടലാണ്. ഇവിടെ ഇപ്പൊ എണ്ണം എന്ന് പറഞ്ഞാൽ 9 പേര്, ആവറേജ് 64. ഇത് മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ 69 പേരുടെ ടോട്ടൽ വയസ്സ് കിട്ടും. 9 പേരുടെ ആവറേജ് വയസ്സ് 64. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യപ്പോൾ 9 പേരുടെയും കൂടെ ടോട്ടൽ വയസ്സ് കിട്ടും. അപ്പൊ 64 × 9 9 36 3 9 6 54 3 57 576. ഒരാൾ പോയി, അപ്പൊ 8 പേരായി. അപ്പൊ ആവറേജ് 62 മൾട്ടിപ്ലൈ ചെയ്തോ. 62 × 8 അപ്പോൾ ഉള്ള ടോട്ടലും കിട്ടും. 2 16 1 6 8 48 1 49 496. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 9 പേരടങ്ങപ്പോൾ ഉള്ള ടോട്ടൽ 576, 8 പേരാവപ്പോൾ ഉള്ള ടോട്ടൽ 496. അപ്പൊ ആ കുറഞ്ഞത് പോയ ആളുടെ പ്രായമല്ലേ? 9 പേർക്ക് 576, ഒരാളെ മാറ്റപ്പം 496. ആ കുറഞ്ഞത് പോയ ആളുടെ പ്രായമല്ലേ? അപ്പൊ ഇത് തമ്മിൽ കുറച്ച് നോക്കിയാൽ പോരെ. ഇവമുള്ള വ്യത്യാസം 6 × 4 0, 17 × 9 8 80. മനസ്സിലായോ? സാധാ സ്റ്റെപ്പ് അല്ല, എന്തെങ്കിലും ഇന്ന് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ജസ്റ്റ് മനസ്സുകൊണ്ട് ചിന്തിക്കാം. റിസ്ക് ഉണ്ട്, നന്നായിട്ട് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ഇത് ചെയ്യാവൂ, അല്ലെങ്കിൽ ഇതങ്ങ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പൊ 80 പ്രായം, പോയാളുടെ പ്രായം. അടുത്ത ക്വസ്റ്റ്യൻ. 5.25 മീറ്റർ നീളത്തിലും 5.10 മീറ്റർ വീതിയിലുമായി ചതുരാകൃതിയിലുള്ള ഒരു തറ പൂർണ്ണമായും മൂടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ചതുര ടൈലുകളുടെ എണ്ണം എത്രയാണ്? ഇത് ചതുര എന്നുള്ളത് നമുക്ക് സമചതുരം ആക്കാം കേട്ടോ, എന്നാലേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. സമചതുരം. ഇത് കഴിഞ്ഞ ഡിവിഷണൽ അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് തോന്നുന്നു. അപ്പൊ ഡിവിഷണൽ അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻസിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഇതേ പോണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതേ ഐഡിയ, നമ്പർ മാത്രം വേറെ ആയിരുന്നു.
അപ്പൊ ആ ക്വസ്റ്റ്യൻസിന്റെ അതിന്റെ ഡിവിഷണൽ അക്കൗണ്ടിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് 40 എണ്ണം ഉണ്ടായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. മകർ കണ്ടുപോയിക്കോ സമയം കിട്ടപ്പോ. ഓക്കെ, എല്ലാ ഡിഗ്രി ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് കയറി നോക്കിയാൽ മതി, അതിനകത്തുണ്ട്. അപ്പൊ നമുക്കിത് നോക്കാം. ഒരു ചതുരത്തിന്റെ നീളം 5.25 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. 5.25 മീറ്റർ എന്ന് പറഞ്ഞാൽ 5.25 മീറ്റർ, മീറ്ററിനെ നമുക്ക് സെന്റിമീറ്റർ ആക്കാം. അപ്പൊ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, മീൻസ് 525 സെന്റിമീറ്റർ എന്ന് വരും. ഇതൊരു ചതുരമാണ്. ഈ ചതുരത്തിന്റെ നീളം 525 സെന്റിമീറ്റർ ആണ്. ഓക്കെ, വീതി എന്ന് പറയുന്നത് 5.10 മീറ്റർ എന്ന് വെച്ചാൽ 510 മീറ്റർ അല്ല 510 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഇതിന്റെ നീളവും വീതിയും കിട്ടി. ഇനി ഇതിനകത്ത് നമ്മൾ സമചതുരങ്ങൾ അടുക്കണമെങ്കിൽ ഇന്നത്തെ എന്തുവാ, ഒരു തറ പൂർണ്ണമായും മൂടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സമചതുര ടൈലുകളുടെ എണ്ണോ ചോദ്യം. ഏറ്റവും കുറഞ്ഞ സമചതുര ടൈലുകൾ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞ സമചതുര ടൈല് വെക്കണമെങ്കിൽ ആ സമചതുരത്തിന്റെ വലിപ്പം വലുതായിരിക്കണം. മനസ്സിലായോ? വലിപ്പം വലുതാവണമെങ്കിൽ എന്റെ വശം വലുതായിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ വലിയ സമചതുരം നിങ്ങൾ വെക്കുന്നെങ്കിൽ, വലിയ സമചതുരം നിങ്ങൾ ഇതിനകത്ത് വെക്കുന്നെങ്കിൽ എണ്ണം കുറച്ച് മതി. കൊച്ചു സമചതുരം നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഒത്തിരി എടുക്കണ്ടേ. അപ്പം വലിയ സമചതുരം നോക്കി എടുത്താൽ മതി. അപ്പൊ വലിയ സമചതുരത്തിന്റെ വശം കണ്ടുപിടിക്കണം. അപ്പൊ സമചതുരത്തിന്റെ വശം കണ്ടുപിടിക്കുക. ഇവിടെ ആ വശത്തിന്റെ ഒരു മൾട്ടിപ്പിൾ ഇവിടെ എത്തപ്പം പൂർണ്ണമാവണം, ഇവിടെ ആ വശത്തിന്റെ മൾട്ടിപ്പിൾ എത്തപ്പം പൂർണ്ണമാവണം. എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കണം. അപ്പം ഇതിന്റെ ഫാക്ടർ ആവുന്ന കോമൺ ഫാക്ടർ ആവുന്ന വലിയ അളവ് എത്രയാണെന്ന് നോക്കിയാൽ മതി. മീൻസ് അതിനെ വിളിക്കുന്ന പേര് HCF എന്ന് വെച്ചാൽ ഇതിന്റെ HCF കണ്ടെത്തണം. അപ്പൊ ഇതിന്റെ HCF കണ്ടെത്തിയ നിങ്ങൾക്ക് ഇതിനകത്ത് വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമചതുരത്തിന്റെ വശം കിട്ടും. ഇതിനകത്ത് വെക്കാൻ പറ്റും, ഇതിന്റെ രണ്ടിന്റെ കോമൺ ഫാക്ടർ ആവുന്ന ഏറ്റവും വലിയ നമ്പർ, അതായിരിക്കും ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന സമചതുരത്തിന്റെ ഏറ്റവും വലിയ വശം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 510ന്റെയും 525ന്റെയും HCF കണ്ടെത്തണം. ഓർക്കണം, HCF. അപ്പൊ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. 5-നകത്ത് 1, 1-നകത്ത് അടങ്ങത്തില്ല 0, 10-നകത്ത് 2, 102 വരും. 525 1 അടങ്ങത്തില്ല 5. വീണ്ടും നിങ്ങൾക്ക് 5 വെച്ച് പറ്റത്തില്ല, പക്ഷെ 3 കൊണ്ട് പറ്റും. 102നെ 3 വെച്ച് പറ്റിയ 3 9, 4 12, ഇതിനെ 3 9, I3 15. ഇനി 34നെ 35നെ എന്തെങ്കിലും കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഹരിച്ച സംഖ്യകൾ കൊണ്ട് മാത്രം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് HCF കിട്ടും. അതായത് 5 × 3 15. ഈ 15 സെന്റിമീറ്റർ ആയിരിക്കും ഇതിനകത്ത് വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമചതുരത്തിന്റെ അളവ്, ഏറ്റവും വലിയ സമചതുരത്തിന്റെ വശത്തിന്റെ അളവ്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിനകത്ത് വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമചതുരത്തിന്റെ അളവ് കിട്ടിയാൽ അത് എത്ര എണ്ണം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി, എത്ര എണ്ണം വേണോ നോക്കിയാൽ മതി. അപ്പം എണ്ണം കുറച്ചുള്ള ഏറ്റവും കുറവുള്ള എണ്ണം ഏതാണോ അത് കിട്ടും. അപ്പൊ ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന സമചതുരത്തിന്റെ അളവ് 15 സെന്റിമീറ്റർ ആണ് ഏറ്റവും വലിയത്, 15 സെന്റിമീറ്റർ. ഈ 15ന്റെ ഒരു മൾട്ടിപ്പിൾ 525, ഇങ്ങനെ വെച്ച് വരപ്പോൾ ഇത് പൂർത്തീകരിക്കും. ഈ 15ന്റെ ഒരു മൾട്ടിപ്പിൾ 510, ഇങ്ങനെ വെച്ച് വരപ്പം ഇതും പൂർത്തീകരിക്കപ്പെടും. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഒരു അളവ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ HCF വരെ കണ്ടുപിടിച്ച്. ഇനി നിങ്ങൾ ഇതിനകത്ത് എത്ര എണ്ണം വേണമെന്ന് കണ്ടെത്താൻ ഈ ചതുരത്തിന്റെ ഏരിയയെ ഈ സമചതുരത്തിന്റെ ഏരിയ കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായോ? ഇതിനകത്ത് എത്ര എണ്ണം വേണമെന്ന് കണ്ടെത്താൻ നിങ്ങൾ ഈ ചതുരത്തിന്റെ ഏരിയയെ ഈ സമചതുരത്തിന്റെ ഏരിയ കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ എണ്ണം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാ. ചതുരത്തിന്റെ ഏരിയ, വലിയ ചതുരത്തിന്റെ ഏരിയ, നീളം ഗുണം വീതി. നീളം 525, വീതി 510 ബൈ സമചതുരത്തിന്റെ ഏരിയ 15 × 15. ഓക്കെ, ഈ 15 525 കൂടെ കട്ട് ചെയ്യും. 525 എത്ര? 15 ഉണ്ട്, 35 എണ്ണം ഉണ്ട്. ഈ 510 എത്ര? 15 ഉണ്ട്. ഈ 15 510 കൂടെ കട്ട് ചെയ്യും. ഇവിടെ 35 ആണേ, 510 15 കൂടെ കട്ട് ചെയ്യും. 510 എത്ര? 15 ഉണ്ട്, 34 എണ്ണം ഉണ്ട്. ഈ സാധനം ആയിരിക്കും അത് കേട്ടോ, 34. ഇനി 35 × 34 അടിച്ചോ. 35 × 34, 35 × 34, I4 20, 2, 4 12, 13 14, 5 15, 1, 3 9 1 10, 0 9 1 1, 1190. ഓപ്ഷൻ എ 1190. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ് ഉള്ളത്. എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടി വയസ്സുണ്ടാകും? നോക്കാം, ഓപ്ഷൻ ഉപയോഗിക്കാം. വേറെ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഇവിടെ ഹെലൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ മകളുണ്ട്. ഹെലൻ, അദ്ദേഹത്തിന്റെ മകൾ. അപ്പൊ ഹെലന് 41 വയസ്സുണ്ട്, മകൾക്ക് 9 വയസ്സുണ്ട്.
നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തൽക്കാലം എടുക്കാം. ഇത് ഉത്തരമല്ല, ഞാൻ എടുക്കുവാണേ. അപ്പൊ 3 വർഷം കഴിയപ്പോൾ ഇവരുടെ വയസ്സൊന്ന് നോക്കാം. 41+3 44 പ്രായം. ഓക്കെ, ഹെലന് മകളുടെ 3 ഇരട്ടി വയസ്സുണ്ടാവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 3 ഇതിനോടൊപ്പം കൂട്ടിയ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. 3 ഇതിനോടെ കൂട്ടിയ 44 വരത്തുള്ളൂ. 3 ഇരട്ടി ആയില്ല, 1ന്റെ 3 ഇരട്ടി അല്ല. അപ്പൊ അതല്ല, നമുക്ക് അവിടെ വെച്ച് തന്നെ പറയാമായിരുന്നു. ഈ 5 ഒന്ന് കൂട്ട്, 41നോടൊപ്പം ഹെലന് 41 വയസ്സുണ്ട്, 5 കൂട്ടിയാൽ 46 വരും. 46 ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആവണം, എന്നാലേ ഉത്തരവാദിത്തമുള്ളൂ. അപ്പൊ അതുമല്ല. 7 ഒന്ന് കൂട്ടി വയ്ക്കോ, 41നോടൊപ്പം 7 കൂട്ടാം, അപ്പോൾ നമുക്ക് 48 വരും. അപ്പൊ അതിന് സാധ്യതയുണ്ട്, അതൊരു 3 മടങ്ങാം. ഓക്കെ, അപ്പൊ ഒറ്റയടിക്കുമ്പോൾ അതങ്ങ് എടുത്താൽ പോരെ. അപ്പം ഞാൻ 7 എടുക്കുന്നു, ഓപ്ഷൻ സി എടുക്കുന്നു. 7 വർഷം കഴിഞ്ഞ് എത്ര വയസ്സുണ്ടെന്ന് നോക്കാൻ പോവാം. 7 വർഷം കഴിഞ്ഞ്. അപ്പൊ ഹെലന് 41 വയസ്സുണ്ട്, 7 വർഷം കഴിഞ്ഞ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണേ, എത്ര വർഷം കഴിഞ്ഞ് ഹെലന് മകളുടെ 3 ഇരട്ടിയാവുമെന്നാ. അപ്പൊ ഞാൻ 7 വർഷം ഓപ്ഷൻ സി പൊക്കി. അപ്പൊ 7 വർഷം കഴിയപ്പോ 41 വയസ്സുള്ള ഹെലന് 41 7 48 വയസ്സാവും. ശരിയല്ലേ? മകൾക്ക് 9 വയസ്സാവുള്ള 7 വർഷം കഴിയപ്പോ 9 7 16 വയസ്സാവും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, 16ന്റെ 3 മടങ്ങ് മൾട്ടിപ്പിൾ അല്ലേ 48? 16 × 3 അല്ലേ 48? ഓക്കെ, 16 × 3 അല്ലേ 48? അപ്പൊ 7 അല്ലേ നമ്മുടെ ഉത്തരം. 7 വർഷം കഴിയപ്പോൾ ഇത് സാധ്യമാണ്. ഓപ്ഷൻ സി. ഇത് നമ്മുടെ ഉത്തരമല്ല. മനസ്സിലായി? ഇത് നമ്മൾ ചെക്ക് ചെയ്തത് പോകാത്തതിന്റെ റീസൺ, ഈ 3 വർഷം കഴിയപ്പോൾ 41+3 44 വയസ്സ്. അത് ഒരു നമ്പറിന്റെ 3 മൾട്ടിപ്പിൾ അല്ല. 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് തുല്യമല്ലല്ലോ ഈ 44. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് ചെക്ക് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഉത്തരം ഓപ്ഷൻ സി 7. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഗണിത പരീക്ഷയിൽ വിജയശതമാനം 87.5% ആയിരുന്നു. 87.5%. ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും? സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. വിജയശതമാനം, അതായത് പാസ്സായവര് 87.5% ആണ്. അപ്പൊ ഫെയിലായവര്, അപ്പം പരാജയപ്പെട്ടത് എത്ര ശതമാനം എന്ന് കണ്ടെത്താം. അത് 100 അങ്ങ് മൈനസ് ചെയ്താൽ പോരെ. 87.5 അങ്ങ് മൈനസ് ചെയ്താൽ മതി. 10 5 5 9 7 2 9 8 1. അതായത് 100 87.5 കളഞ്ഞ 12.5% പേര് ഫെയിലായി. ആകെ 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാൽ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പരാജയപ്പെട്ടത്, ഫെയിലായവര് 12.5%. അത് 7 ആണെന്നാണ് ഈ ചോദ്യം പറഞ്ഞേക്കുന്നത്. പരാജയപ്പെട്ടവരുടെ എണ്ണമാണ് തന്നേക്കുന്നത്. അതിന്റെ പെർസെൻറ്റേജ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ 12.5% 7. അങ്ങനെയാണെങ്കിൽ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ 100%. തോറ്റവരും വിജയിച്ചവരും ടോട്ടലി 100% എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടെത്താൻ ക്രോസ് ചെയ്താൽ പോരെ. ഓക്കെ, ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 100 × 7 / 12.5. ഓക്കെ, ഇപ്പൊ ഈ ഡെസിമൽ കളയണം. ഈ ഡെസിമൽ കളയാൻ വേണ്ടി നമ്മൾ മുകളിലും താഴെയും ജസ്റ്റ് ഒരു 10 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മുകളിൽ എത്ര കിട്ടും? 100 × 7 × 10 ബൈ താഴെത്ര, ഈ 0 ഈ പോയിന്റിനെ ഇപ്പുറത്താക്കി 125 ആക്കും. ഈ 100നെയും 125നെ നമുക്ക് 25 വെച്ച് കട്ട് ചെയ്യാം. 100നകത്ത് എത്ര 25 ഉണ്ട്? 4. 125 എത്ര ഉണ്ട്? 5. 5ഉം 10 കൂടെ കട്ട് ചെയ്യാം. എത്ര? 2. 4 2 8 8 56. 56 പേര് ആണ് 100%. മീൻസ് പരീക്ഷ എഴുതിയ ആകെ കുട്ടികൾ 56 പേര്, 56 ആളുകൾ കേട്ടോ. പരീക്ഷ എഴുതിയ ആകെ കുട്ടികൾ 56 കുട്ടികൾ. അടുത്ത ക്വസ്റ്റ്യൻ. 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ അടങ്ങുന്ന ഒരു സംഘത്തിന് ഒരു ജോലി 78 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 പുരുഷന്മാരോ അല്ലെങ്കിൽ 12 സ്ത്രീകളോ ഒരു ജോലി 78 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. എങ്കിൽ 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തീകരിക്കാം? 5 പുരുഷന്മാരും 12 സ്ത്രീകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. 5 പുരുഷന്മാരും 5 പുരുഷന്മാർക്ക് 78 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. 12 സ്ത്രീകൾക്കും 78 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ഇവര് വന്നാലും 78 ദിവസം കൊണ്ട് തീരും, ഇവര് വന്നാലും 78 ദിവസം കൊണ്ട് തീരും. അപ്പൊ അവർ ഒരുമിച്ച് വന്നാലോ? ഇവരോട് ഒരുമിച്ച് വന്നാൽ, അതാ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവരോട് ഒരുമിച്ച് വന്നാലോ? അതിന്റെ പകുതി ദിവസം കൊണ്ടല്ലേ തീരും. അതായത് ഇതേ നമ്പർ തന്നെ താഴെ കിടക്കുന്നെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും നമ്മുടെ ഉത്തരം. 39 ദിവസം. 78ന്റെ പകുതി 39 അല്ലേ? ഓപ്ഷൻ ബി. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ 78 ദിവസം കൊണ്ട് തീർക്കുമെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ച് വന്നാൽ എത്ര ദിവസം കൊണ്ട് തീരും?
അവർ ഒരുമിച്ച് വന്നാൽ അതിൻ്റെ പകുതി ദിവസമല്ലേ എടുക്കത്തുള്ളൂ. ഓക്കെ, ഇവർ വേറെ നമ്പറാണെങ്കിൽ ഇത് ചെയ്യേണ്ട വഴി ഒരുപാട് വഴികളുണ്ട്. ഓക്കെ, ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ അതിലൊരു വഴി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് ആ ഡേയ്സ് കണ്ടെത്താൻ, നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ ചോദ്യത്തിൽ തന്നേക്കുന്ന ഡേയ്സിനെ m2/m1 പ്ലസ് w2/w1 അങ്ങനെ എത്ര ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇവിടെ ഡേയ്സ് എത്ര? 78 ദിവസം എന്നാണ് ചോദ്യം പറഞ്ഞേക്കുന്നത്. 78 ഡിവൈഡ് ബൈ m2/m1. ഇതാണ് m1, ഇതാണ് m2, ഇതാണ് w1, ഇതാണ് w2. ഓക്കെ, m2/m1, m2 5, 5/5 പ്ലസ് w2/w1, w2/w1, w2 12, w1 12, 12/12. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇപ്പൊ 78 ഡിവൈഡ് ബൈ 5/5 1, 12/12 1. ഇപ്പൊ 78 ഡിവൈഡ് ബൈ 1 + 1 2, 78/2 39 ദിവസം. ഓപ്ഷൻ ബി ഉത്തരം. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ 5ാമത്തെ പദവും 8ാമത്തെ പദവും യഥാക്രമം 27ഉം 729 ആണ്. അതിന്റെ 11ാമത്തെ പദം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ n-ാം പദം, ജോമെട്രിക് പ്രോഗ്രഷൻ GP, അതിന്റെ n-ാം പദം എന്ന് പറഞ്ഞാൽ a ഒരു നിശ്ചിത സംഖ്യ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ് ജോമെട്രിക് പ്രോഗ്രഷൻ. ഒരു സംഖ്യ ആഡ് ചെയ്ത് പോകുന്നതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, സമാന്തര ശ്രേണി. ഇതിപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്, മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. ഒരു സമാന്തര ശ്രേണി ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ n-ാം പദം എന്ന് പറഞ്ഞാൽ a(r)(n-1). ഓക്കെ, അപ്പൊ 5ാം പദം എന്ന് പറഞ്ഞാൽ അഞ്ചാം പദം എന്ന് പറഞ്ഞാൽ എന്തുവാ? a(r)(4) ആണ്. 5ാം പദം a(r)(4) എത്രയാണോ പദം പറയുന്നത് അതിൽ നിന്ന് ഒന്ന് കുറച്ച് പവർ കൊടുക്കണം, n. അപ്പൊ n-1 പവർ. അപ്പൊ അതെന്ന് പറയുന്നത് 27, യഥാക്രമം 27 പറഞ്ഞിട്ടുണ്ടല്ലോ. ഒപ്പം തന്നെ 8ാം പദം എന്ന് പറഞ്ഞാൽ a(r)(7) ആണ്. a(r)(7) എന്ന് പറയുന്നതാണ് 729. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ a(r)(7) എന്ന് പറഞ്ഞാൽ a(r)(7) എന്ന് പറഞ്ഞാൽ എന്തു സാധനം? a(r)(7) എന്ന് പറഞ്ഞാൽ a(r)(4) into r³ എന്ന് എഴുതിക്കൂടെ? a(r)(4) into r³. ദാറ്റ് ഈസ് ഈക്വൽ 729 എഴുതാം. അല്ലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് 5ാം പദമാണ്. 5ാം പദത്തിനെ ഒരു സംഖ്യ, ഈ 6 എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയാമോ? മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന ആളാണേ, അത് പറയാൻ വിട്ടുപോയി. a എന്ന് പറയുന്ന ഫസ്റ്റ് ടൈം, 6 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സാധനമാണ്. ഇപ്പൊ 5ാം പദത്തിനോടൊപ്പം 6 മൾട്ടിപ്ലൈ ചെയ്താൽ 6ാം പദം കിട്ടും. 2 6 മൾട്ടിപ്ലൈ ചെയ്താൽ 2 വട്ടം 6 മൾട്ടിപ്ലൈ ചെയ്താൽ 7ാം പദം കിട്ടും. 3 വട്ടം 6 മൾട്ടിപ്ലൈ ചെയ്താൽ 8ാം പദം കിട്ടും. അങ്ങനെ പോകും. ഇപ്പൊ 3 വട്ടം 6 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. a(r)(4) എന്ന് പറഞ്ഞാൽ 5ാം പദമാണ്. ആ 5ാം പദത്തിനോടൊപ്പം 3 വട്ടം 6 മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 729 കിട്ടും. അപ്പൊ ഞാനിത് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായോ? a(r)(7) എന്ന് പറയുന്നതിന് നമുക്ക് a(r)(4) into r³ എന്ന് എഴുതാം. 6 7 വട്ടം മൾട്ടിപ്ലൈ ചെയ്യാനാ, ഞാൻ 4 വട്ടം മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ ഒരു 3 വട്ടം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനാ 4 വട്ടം മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തത്? ഇവിടെ ഒരു സാധനം കിടപ്പുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ a(r)(4) എന്ന് പറഞ്ഞാൽ 27 ആണ്. into r³, ദാറ്റ് ഈസ് ഈക്വൽ 729. നമുക്ക് ഇതിനകത്ത് വേണേൽ r³ കണ്ടുപിടിക്കാം. r³ എന്ന് പറഞ്ഞാൽ 729/27. 729/27. ഓക്കെ, ഈ 729 യഥാർത്ഥത്തിൽ 9ന്റെ ക്യൂബാണ്. മനസ്സിലായോ? 27 യഥാർത്ഥത്തിൽ 3ന്റെയും ക്യൂബാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ r³ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, 9/3 the whole cube എന്ന് എഴുതാം. കാരണം 9ന്റെ ക്യൂബായി 729, 3ന്റെ ക്യൂബായി 27. അപ്പൊ ഈ ക്യൂബും ഈ ക്യൂബൂടെ കട്ട് ചെയ്യാം. അപ്പൊ 6 = 9/3, 3 എന്ന് കിട്ടും. 6 എന്ന് പറഞ്ഞാൽ 3. മനസ്സിലായോ? 6 എന്ന് പറഞ്ഞാൽ 3. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നമുക്ക് 11ാമത്തെ പദമാണ് വേണ്ടുന്നത്. 11ാം പദം വെറുതെ ഒന്ന് ചിന്തിച്ചോ, 11ാം പദം. അപ്പൊ 11ാം പദം എന്ന് പറഞ്ഞാൽ 11ാം പദം. അപ്പൊ 11ാം പദം എന്ന് പറഞ്ഞാൽ a(r)(10) ആണ്. a into ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, a(r)(7) into r³ എന്ന് എഴുതാം. 11ാം പദം എന്ന് പറഞ്ഞാൽ a(r)(10) ആണ്. ഇതിനെ നമുക്ക് a(r)(10) ഇങ്ങനെ എഴുതുക, r)(7) into r³ എന്ന് എഴുതുക. r)(7) r)(3. 6 7 വട്ടം മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ ഒരു 3 വട്ടം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊത്തത്തിൽ 10 തവണ മൾട്ടിപ്ലൈ ചെയ്യത്തില്ലേ? അത് a(r)(7) എന്ന് പറഞ്ഞാൽ നമുക്ക് 729 ആണെന്ന് അറിയാം. അപ്പൊ 729 into r³. r എത്ര? 3 ആണ്, 3ന്റെ ക്യൂബ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ 729 into 3ന്റെ ക്യൂബ് 27.
729 × 27. ഓക്കെ, ഇപ്പൊ 729 × 27 9763. 3-ൽ അവസാനിക്കുന്ന ഒറ്റ ഉത്തരവേ ഉള്ളൂ. കറുപ്പിക്കാം, ഇനി നമുക്ക് കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ല. 3-ൽ അവസാനിക്കുന്ന ഒറ്റ ഉത്തരവേ ഉള്ളൂ. നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്താലും 3-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ കിട്ടാൻ പോകുന്നുള്ളൂ. ഇനി പറഞ്ഞ് മനസ്സിലായോ? ഒന്നുകൂടെ, a⁻7 എന്ന് പറഞ്ഞാൽ 27 മീൻസ് 5-ാം പദം a⁻7 എന്ന് എഴുതാം. n-ാം പദം എന്ന് പറഞ്ഞാൽ a⁻n-1. അപ്പൊ 5-ാം പദം a⁻4 27. 8-ാം പദം a⁻7 729 തന്നിട്ടുണ്ട്. 8-ാം പദമായ a⁻7 അതിൽ 6/7 6/4 × r³ എന്ന് എഴുതി. ഓക്കെ, a⁻4 എന്ന് പറഞ്ഞാൽ 27 ആണ്. അപ്പൊ 27 × r³ 729. അപ്പൊ r³ എന്ന് പറഞ്ഞാൽ 27 അങ്ങ് അപ്പുറത്തുകൊണ്ട് പോയാൽ മതി. 729/27. മനസ്സിലായോ? ഇത് കട്ട് ചെയ്തെടുത്താലും മതി. 729-നെ 27 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. 27-ന്റെ സ്ക്വയർ 729 അല്ലേ? ഓക്കെ, അപ്പം ഇത് കട്ട് ചെയ്യപ്പോൾ 27 കിട്ടും കേട്ടോ. അപ്പൊ r³ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 27 എന്ന് കിട്ടും. 27-ന്റെ സ്ക്വയർ 729. അപ്പൊ r³ = 27 എന്ന് വരും. അപ്പൊ 6 3 കിട്ടത്തില്ലേ? 6 എന്ന് പറയുന്നത് 3 കിട്ടും. അപ്പൊ 6 3 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എല്ലാം കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടെത്തേണ്ടത് 11-ാം പദമാണ്. അപ്പൊ 11-ാം പദം എന്ന് പറഞ്ഞാൽ a⁻10 ആണ്. a⁻10 അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. a⁻7 × r³ എന്ന് എഴുതാം. a⁻7 എന്ന് പറഞ്ഞാൽ 729. 6 എന്ന് പറഞ്ഞാൽ r³ എന്ന് പറഞ്ഞാൽ 27. r³ 27. ഇവിടെ 27 ഇട്ട് കൊടുക്കാം. 729 × 27. 729 × 27 നിങ്ങൾ മൾട്ടിപ്ലൈ നേരത്തെ 9763. 3-ൽ അവസാനിക്കുന്ന ഒരു ഉത്തരം കിട്ടും. ഇനി നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. 9763 6 7 2 14 20 2 7 7 49 50 51 9 2 18 1 2 4 1 5 7 2 14 3 8 6 9 1 19 689. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിൽ 5 മണി അടിക്കാൻ 8 സെക്കൻഡ് സമയമെടുക്കും. അതേ ക്ലോക്കിൽ 10 മണി അടിക്കാൻ എത്ര സമയം എടുക്കും? ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ലോക്കിൽ 5 മണി അടിക്കുക എന്ന് പറഞ്ഞാൽ 5 മണി ആവുമ്പോഴായി 5 മണി അടിക്കുന്നത്. അങ്ങനെയുള്ള ക്ലോക്കിന്റെ കഥയെ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അതായത് 4 മണിയാകുമ്പോൾ 4 ബെല്ല് കേൾക്കുന്ന ക്ലോക്ക്, 12 മണിയാകുമ്പോൾ 12 ബെല്ല് കേൾക്കുന്ന ക്ലോക്ക്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. 5 മണിയായി. 5 മണിയാവുന്ന ആ ഒരു നിമിഷമുണ്ട്. അതായത് മണിക്കൂർ സൂചി 5-ന്റെ നേരെ, മിനിറ്റ് സൂചി 12-ന്റെ നേരെ, സെക്കൻഡ് സൂചി 12-ന്റെ നേരെ. എത്തുന്ന ആ ഒരു മൊമെന്റ്, ആ ഒരു നിമിഷം, ആ ഒരു നിമിഷത്തിൽ തന്നെ ആദ്യ ബെല്ല് കേൾക്കും. എന്നുവെച്ചാൽ ഫസ്റ്റ് ബെല്ലിന് നമുക്ക് യഥാർത്ഥത്തിൽ സമയം ചെലവഴിക്കപ്പെടുന്നില്ല. ഓക്കെ, പിന്നീട് കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത ബെല്ല് കേൾക്കും, പിന്നെ അടുത്ത ബെല്ല് കേൾക്കും, പിന്നെ അടുത്ത ബെല്ല് കേൾക്കും, പിന്നെ അടുത്ത ബെല്ല് കേൾക്കും. എന്ന് വെച്ചാൽ സമയം എടുത്തടിക്കുന്നത് ഈ ബെല്ല് തൊട്ടാണ്. മനസ്സിലായില്ലേ? അടുത്ത ബെല്ലിലേക്ക് സമയം. ഓക്കെ, ഒരെണ്ണം, പിന്നെ അടുത്ത ബെല്ലിലേക്ക് ഒരു സമയം എടുക്കുന്നു, അടുത്ത ബെല്ലിലേക്ക് ഒരു സമയം എടുക്കുന്നു, അടുത്ത ബെല്ലിലേക്ക് ഒരു സമയം എടുക്കുന്നു. ആദ്യ ബെല്ലിന് സമയം ആവശ്യമില്ല. രണ്ടാമത്തെ ബെല്ലിന്റെ സമയം എത്ര മാത്രം കൂട്ടിയെടുക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ടോ അതിന് കൂടുതൽ സമയം എടുക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ചോക്കുക, അതായത് ഈ ദൂരത്തിനാണ് യഥാർത്ഥത്തിൽ സമയം ചെലവഴിക്കുന്നത്. ഒരു ബെല്ല് കേട്ട് അടുത്ത ബെല്ലിലേക്ക് എത്ര സമയം എടുക്കുന്നു, അത് കൂടുതൽ എടുക്കുന്ന ക്ലോക്കിന് കൂടുതൽ സമയം, കുറച്ചെടുക്കുന്ന ക്ലോക്കിന് കുറച്ച് സമയം. അപ്പൊ 1 2 3 4. അപ്പൊ 4 ബെല്ലിന്റെ സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 5 മണി അടിക്കാൻ യഥാർത്ഥത്തിൽ 4 ബെല്ലിന്റെ സമയം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 4 ബെല്ലിനാണ് 8 സെക്കൻഡ് അടിച്ചേക്കുന്നത്. ഓക്കെ, 10 മണി അടിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്ക്. 10 മണിയാകുമ്പോൾ ഒരു ബെല്ല് കേൾക്കും. അതിന് ആൾറെഡി സമയം ആവശ്യമില്ല. പിന്നീടുള്ള ഓരോ ബെല്ലിനും ആ സമയം. അപ്പൊ 10 മണി അടിക്കാൻ ആദ്യത്തെ ബെല്ലിന് സമയം ആവശ്യമില്ല. ബാക്കി 9 ബെല്ല്. 9 ബെല്ലിന് എത്ര സമയം വേണമെന്നാ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? 4 ബെല്ലിന് 8 സെക്കൻഡ് എടുക്കുന്ന ഒരു ക്ലോക്ക് 9 ബെല്ലിന് എത്ര ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അത് കണ്ടെത്താൻ ക്രോസ് ചെയ്താൽ മതി. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 × 8 ഡിവൈഡ് ബൈ 4. ക്രോസ് ചെയ്ത് നിൽക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇയാളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 9 × 8 ഡിവൈഡ് ബൈ 4. 4 8 കൂടെ കട്ട് ചെയ്യുന്നു 2. 9 × 2 18. 18 സെക്കൻഡ് എടുക്കും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഓപ്ഷൻ സി, 18 സെക്കൻഡ്. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഈ ടൈപ്പ് ചോദ്യത്തിനല്ല. സെക്കൻഡ് ബെൽ -1 ഡിവൈഡ് ബൈ ഫസ്റ്റ് ബെൽ -1 ഇൻറ്റു ടൈം. ഓക്കെ, സെക്കൻഡ് ബെൽ -1 ഡിവൈഡ് ബൈ ഫസ്റ്റ് ബെൽ -1 ഇൻറ്റു ടൈം. ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കുക ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. സെക്കൻഡ് ബെൽ എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ബെല്ലാണ്, ഇത് സെക്കൻഡ് ബെല്ലാണ്. ഓക്കെ, സെക്കൻഡ് ബെല്ലിൽ നിന്ന് 1 കുറയ്ക്കുക, 10ൽ നിന്ന് 1 കുറയ്ക്കുക 9 ബൈ ഫസ്റ്റ് ബെൽ -1. ഇതാ ഫസ്റ്റ് ബെല്ല്, ആദ്യം ചോദ്യം കാണുന്ന ആദ്യത്തത്. അപ്പൊ 5ൽ നിന്ന് 1 കുറയ്ക്കുക 4 ഇൻറ്റു ടൈം. ചോദ്യത്തിൽ തന്നേക്കുന്ന ടൈം 8. 4 8 കൂടെ കട്ട് ചെയ്യുക 2. 9 × 2 18.
ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്യൂ തുടങ്ങുമ്പോൾ നിങ്ങൾ രണ്ടറ്റത്ത് നിന്ന് 9ാമത്തെ വ്യക്തിയാണ്. ഒരു വരിയിൽ ഒരാളുണ്ട്, ടോട്ടൽ എങ്കിൽ ക്യൂവിൽ എത്ര പേരുണ്ടെന്നാ ടോട്ടൽ കണ്ടെത്തണം. ടോട്ടൽ കണ്ടെത്താൻ ഇക്വേഷൻ, ഒരു വരിയിൽ ഒരാളുടെ സ്ഥാനം രണ്ടറ്റത്ത് നിന്ന് തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കണ്ടെത്താൻ ലെഫ്റ്റ് റൈറ്റും തമ്മിൽ കൂട്ടുക 1 കുറയ്ക്കുക. എന്നുവെച്ചാൽ രണ്ട് എൻഡിൽ നിന്നുള്ള സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് 1 കുറച്ചാൽ നമുക്ക് ടോട്ടൽ കിട്ടുന്നതാണ്. ഇപ്പൊ രണ്ടറ്റത്ത് നിന്ന് 9ാമതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 9 + 9 ആ രണ്ടോടെ കൂട്ടുക 1 കുറയ്ക്കുക. അപ്പൊ 18 - 1 17 ഉത്തരം. അപ്പോൾ ഓപ്ഷൻ സി ഉത്തരം. ഒരു വരിയിൽ ഒരാളെ ഉള്ളെങ്കിൽ ഈക്വേഷൻ അങ്ങ് ഉപയോഗിച്ചാൽ മതി. ടോട്ടൽ കണ്ടെത്താൻ ലെഫ്റ്റ് റൈറ്റോടെ കൂട്ടുക 1 കുറയ്ക്കുക. രണ്ട് സൈഡിൽ നിന്നുള്ള സ്ഥാനങ്ങളാണ് ഈ L 6 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടോടെ കൂട്ടുക 18, 1 കുറയ്ക്കും 17. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യം 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കും? എഴുതാം, നമുക്ക് എഴുതി നോക്കാം. അല്ലെ നിങ്ങൾ 1 തൊട്ട് 100 വരെയുള്ള ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ട് നിങ്ങളുടെ ഒരു സൈഡിൽ നിന്ന് 8 എത്ര തൊട്ടെന്ന് എണ്ണി അങ്ങ് പോയാൽ മതി. ഓക്കെ. 1 0 ഒഴിച്ച് 2 3 4 5 6 7 8 9 2 തൊട്ട് 9 വരെയുള്ള എല്ലാ സംഖ്യകളും 20 തവണ ആവർത്തിക്കും കേട്ടോ. 20 തവണ. 1 21 തവണയുണ്ട്. 0 എത്രയാണെന്ന് എണ്ണി നോക്കിയോ. അപ്പൊ നമുക്ക് നോക്കാം സംഭവം. 8 എത്ര തവണ ആവർത്തിക്കുക നമ്മുടെ ചോദ്യം. നമുക്ക് എണ്ണി നോക്കാം. 8 ഉണ്ട്, പിന്നെ 18 ഉണ്ട്, 28 ഉണ്ട്, 38 ഉണ്ട്, 48 ഉണ്ട്, 58 ഉണ്ട്, 68 ഉണ്ട്, 78 ഉണ്ട്, 88 ഉണ്ട്, 98 ഉണ്ട്. ഓക്കെ. 8ൽ അവസാനിക്കുന്ന സംഖ്യകളാണ്. പിന്നെ 8ൽ ആരംഭിക്കുന്ന സംഖ്യകളും ഉണ്ട്. 80 തൊട്ട് തുടങ്ങും. 80 ഉണ്ട്, 81 ഉണ്ട്, 82 ഉണ്ട്, 83 ഉണ്ട്, 84, 85, 86, 87, 88 എഴുതിയിട്ടുണ്ട്, 89. ഓക്കെ. ഇനി അങ്ങ് എണ്ണി നോക്കിയാൽ പോരെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 20 തവണ. ഓക്കെ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? കൂട്ടത്തിൽ കൂടാത്ത സംഖ്യ ഏത്? ഈ സംഖ്യകളുടെ എല്ലാമേ അക്കങ്ങളൊന്ന് കൂട്ടി വെക്കാം. 5 2 7 3 10 10 കിട്ടും. 6 3 9 1 10 10 കിട്ടും. 5 3 8 2 10 10 കിട്ടും. 6 4 10 0 10 കിട്ടും. 3 2 5 4 9 കിട്ടും. 6 3 9 1 10 കിട്ടും. 4 4 8 2 10 കിട്ടും. ഇയാൾ മാത്രം കൂട്ടിയാൽ 9 കിട്ടുന്ന സംഖ്യകളുമായിട്ട് നിൽക്കുക. ബാക്കിയെല്ലാം 10 കിട്ടുന്ന സംഖ്യകളുമായിട്ട് നിൽക്കുക. ഓക്കെ. 327 ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഉണ്ട്. അയാളെ കയറി കറപ്പിച്ചിക്ക്. ഒരു ടാങ്കിന്റെ 4/1 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം കൊള്ളും. എന്ന് വെച്ചാൽ ഒരു ടാങ്കിന്റെ 4/1 ഭാഗം എന്ന് പറയുന്നത് 135 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 180 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ടാങ്കിന്റെ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്? അപ്പൊ അടുത്ത 180 ലിറ്ററാണ്. ഇവിടെ എഴുതരുത്, ഇവിടെ എഴുതാവൂ. കാരണം ഇതാ വെള്ളത്തിന്റെ അളവ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇത് ടാങ്കിന്റെ എത്ര ഭാഗമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. 135 ലിറ്റർ എന്ന് പറഞ്ഞാൽ 4/1 ഭാഗമാണ്. അപ്പൊ 180 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഭാഗമാണെന്ന് കണ്ടെത്തേണ്ടത്. ഇത് കണ്ടെത്താൻ നമ്മൾ ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്ത് നിൽക്കുന്ന സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 4/1 180 മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ സാധനം കിട്ടും. 135 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഈ 4ഉം 180 കട്ട് ചെയ്യും. 4 45 150. ഓക്കെ. അപ്പൊ 45/135. 45 2 90. അപ്പൊ 45 4 150 അല്ലേ. ഓക്കെ. ഇനി 45നെ 135നെ 5 3 8 9 9 5 5 വെച്ചൊന്ന് കട്ട് ചെയ്യാം. 9 വെച്ചും കട്ട് ചെയ്യാം. അപ്പൊ 9 × 5 45 വെച്ച് തന്നെ കട്ട് ചെയ്യാം. അതായത് 45നെ 45 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 135നെ 45 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. കാരണം 45 × 3 135. അപ്പൊ 3/1 ഭാഗം വെള്ളമുണ്ട്. 3/1 ഭാഗം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി. ശ്രേണിയിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക. 1 6 13 27 41. കണ്ടുപിടിച്ചാലോ. 1 6 ആവാൻ 5 കൂടണം. 6 13 ആവാൻ 7 6 13 7 കൂടണം. 13 24 ആവാൻ 11 കൂടണം. 24 41 ആവാൻ 41 24 വട്ടെ 7 4 11 3 2 17 കൂടണം. ഓക്കെ. 5 7 11 17 7 4 11. ഇത്ര മനസ്സിലായില്ലേ. ഇനി അടുത്ത സ്ഥാനം കിട്ടിയാൽ നമുക്ക് മേലോട്ട് കയറാൻ പറ്റും.
ഇനി ചുമ്മാ നോക്ക്. അഞ്ച് 7 2 കോടി, 7 11 4 കോടി, 11 17 6 കോടി. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? അപ്പൊ 5 + 2 7, 7 + 4 11, 11 + 6 17. അങ്ങനെയാണെങ്കിൽ 17 + എത്ര? 8 അല്ലേ? 2 4 6 8. 17 + 8 25. 17 8 25 അല്ലേ? ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് മണ്ടേ കയറും. 5 + 5 6, 6 7 11, 13 11 24, 17 41 25. അപ്പൊ 41 25 കൂടെ ആഡ് ചെയ്യും 66. അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. ഉണ്ട്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യ നിരകളിൽ നിർത്തുന്നു. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടി ഉണ്ടാവും. ഒന്നുകൂടെ ആ സെന്റൻസ് ഒന്ന് വായിക്കട്ടെ. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ കൂടി ഉണ്ടാകും. ഓക്കെ, ഇത് നമുക്ക് ഓപ്ഷൻ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. ഇപ്പൊ വരിയിലെ നിരയിലെ കുട്ടികളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ, എത്ര വരിയുണ്ട് എത്ര നിരയുണ്ട് എന്ന് നോക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണത്തെ കിട്ടും. എന്ന് വെച്ചാൽ കുട്ടികളുടെ എണ്ണം 24 ആണെങ്കിൽ 2 എണ്ണത്തിന്റെ പ്രോഡക്റ്റ് ആയി 24. മനസ്സിലായോ? ഇനി അടുത്തത്, അവിടെ എക്സ് വരിയാ ഉള്ളതെന്ന് വിചാരിച്ചോ? അല്ല, ഒരു വരിയിലെ കുട്ടികളുടെ എണ്ണം എക്സ് ആന്ന് വിചാരിച്ചോ? ചുമ്മാ വിചാരിച്ചോ? എക്സ് ചുമ്മാ എക്സ് എടുത്തതാ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഓപ്ഷൻ ഉപയോഗിക്കാം. ഓരോ വരിയിലും, അതായത് ഒരു വരിയിൽ എക്സ് കുട്ടികളാ ഉള്ളതെന്ന് വിചാരിച്ചോ? അപ്പൊ എക്സ് കുട്ടികൾ ഉള്ളത്, ഒരു വരിയിൽ എക്സ് കുട്ടികളാണ് ഉള്ളത്. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ, ഇപ്പൊ ഇതിനകത്തുനിന്ന് ഒരു 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ, 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ നമുക്ക് അതിനെ x+3 എന്ന് വിളിക്കാം. x+3 കുട്ടികൾ ഉണ്ടാവും. ഓക്കെ, അപ്പം ഒരു വരി കുറവായിരിക്കും, അത് നമുക്ക് പിന്നെ ചിന്തിച്ചാൽ മതി. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ, അതായത് വരിയിൽ എക്സ് വരെ ഉള്ള അതിൽ നിന്ന് 3 കുറവാണെങ്കിൽ ഇപ്പൊ x-3. ഓക്കെ, എക്സ് കുട്ടികളാ ഒരു വരിയിലുള്ളതെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം ചോദ്യത്തിൽ പറയുന്നു ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണ് എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ x+3 എന്ന് വിളിച്ച്, അതായത് ഒരു വരിയിലുള്ള കുട്ടികൾ x+3 ആണെങ്കിൽ വിചാരിച്ച്. ഒരു വരിയിൽ എക്സ് കുട്ടികളുള്ള ചോദ്യത്തിൽ പറയുന്നത് ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ എന്ന് പറയുന്നുണ്ട്. കുറവാണെങ്കിൽ അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. x-3 x x+3 ഇതെന്തോ ഈ സാധനം? ഇതൊരു AP അല്ലേ? അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ്. അതായത് 3 കൂടി പോകും. x-3 3 കൂട്ടപ്പോഴേ x കിട്ടുന്നത്, x 3 കൂട്ടപ്പോഴേ x+3 കിട്ടുന്നത്. ഒരു APയുടെ ഫോമിലല്ലേ ഇത് നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു സാധനം നിങ്ങൾക്ക് പിടികിട്ടിയെങ്കിൽ ഓരോ വരിയിലും 3 കുട്ടികളുടെ കുറവ് പറയുന്നുണ്ട്, ഓരോ വരിയിലും 3 കുട്ടികളുടെ കൂടുതലും പറയുന്നുണ്ട്. അപ്പം 3 കുറഞ്ഞ് നിൽക്കുന്നു, 3 കൂടി നിൽക്കുന്നു. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഇനി നമുക്കിത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. നിങ്ങൾ ഈ 24 വരി നിരയായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. 24നെ 2 എണ്ണത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എങ്ങനെയൊക്കെ എഴുതാം? 1 × 24 എന്ന് എഴുതാം, 2 × 12 എന്ന് എഴുതാം, 3 × 8 എന്ന് എഴുതാം, 4 × എത്ര വരും? 6 എന്ന് എഴുതാം. പിന്നെ തിരിയുക, 5 × ഒരു നമ്പർ എന്ന് എഴുതാൻ പറ്റത്തില്ല, 6 × 4 എന്ന് എഴുതാം. 6 × 4 ഇത്രയാ മൊത്തത്തിൽ ഉള്ളത്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? വേണമെങ്കിൽ ഒന്ന് തിരിയുന്നത് വരെ നിങ്ങൾ എഴുതിക്കോ. 6 × 4 ഇങ്ങനെ എഴുതി. ഇത്രയാ ഇതിനെ 2 സംഖ്യകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ ചിന്തിച്ചാൽ മതി, നമ്മുടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് ഒരു വരിയിലെ കുട്ടികളുടെ എണ്ണം 3 എണ്ണം കുറഞ്ഞും 3 എണ്ണം കൂടിയും നിൽപ്പുണ്ട് എന്നുള്ള സാഹചര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതാണ് നിങ്ങളുടെ വരിയിലെ കുട്ടികളുടെ എണ്ണമെങ്കിൽ, ഇത് കുട്ടികളുടെ എണ്ണമാണെങ്കിൽ ഇത് വരി വരും. ശരിയല്ലേ? ഒരു വരിയിൽ 24 കുട്ടികൾ, ഒരു വരിയേ ഉള്ളു, 24 കുട്ടികളാണ് ഉള്ളത്. അപ്പൊ 24, 2 വരിയുണ്ട്, അപ്പൊ 12 കുട്ടികൾ വരും. 2 × 12 24. 3 വരിയുണ്ട്, 8 കുട്ടികൾ വെച്ച്. 4 വരിയുണ്ട്, 6 കുട്ടികൾ വെച്ച്. 6 വരിയുണ്ട്, 4 കുട്ടികൾ വെച്ച്. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അപ്പൊ ഇത് കുട്ടികളുടെ എണ്ണമാണ്. ഇതിനകത്ത് എപ്പോഴെങ്കിലും 3 കൂടുന്ന അവസ്ഥ ഉണ്ടോ? 4 ൽ നിന്ന് 3 കൂടിയാ ഇത് കിട്ടുമോ? 6 കിട്ടുമോ? ഇല്ലല്ലോ. 6 ൽ നിന്ന് 3 കൂടി ഇത് കിട്ടുമോ? ഇതിൽ നിന്ന് 3 കൂടി ഇത് കിട്ടുമോ? ഇതിൽ നിന്ന് 3 കൂടി ഇത് കിട്ടുമോ? മനസ്സിലായോ? പക്ഷെ നമ്മുടെ സാധനം 3 കൂടി നിൽക്കുക. ഒരു നമ്പറിൽ നിന്ന് 3 കൂടി നിൽക്കുക. പക്ഷെ ഇവിടെ അങ്ങനെ, ഇവിടെ 1 2 3 4 എന്ന് പോവുക. 3 കൂടുന്ന അവസ്ഥയുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഉത്തരവല്ല.
അത് നന്നായിട്ട് മനസ്സിലാവണം. അടുത്തതൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. 36നെ രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് ആക്കാം. 1 × 36, 2 × 18, 2 × 18 36, 3 × 12 36, 4 × 9 36, 5 × ഒരു നമ്പർ 36 അല്ല, 6 × 6 36. ഇനി തിരിച്ചാ 6 × 6 എന്നേ വരത്തുള്ളൂ, നോക്കണ്ട. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വരിയിലെ കുട്ടികളുടെ എണ്ണം, ആ കുട്ടികളുടെ എണ്ണം യഥാർത്ഥത്തിൽ x ആ. അതിൽ നിന്ന് 3 കുറഞ്ഞ് 3 കൂടി ഇതിനകത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾ നോക്കാം, 6നേക്കാൾ 3 കൂടുന്നതാ 9, 9നേക്കാൾ 3 കൂടുന്നതാ 12. അപ്പൊ ഇതായിരിക്കും നമ്മുടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സാധനങ്ങൾ. സാധ്യതയുണ്ട്, അത് ഉറപ്പിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. 6നേക്കാൾ 3 കൂടി നിൽക്കുക, 3നേക്കാൾ 12 കൂടി നിൽക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. ഏതാ? 4 വരിയിലായിട്ട് 9 കുട്ടികളെ നിർത്തിയേക്കുക. ഇത് കുട്ടികളുടെ എണ്ണമാണ്. 4 വരിയിലായിട്ട് 9 കുട്ടികളെ നിർത്തിയേക്കുക. 4 വരിയിലായിട്ട് 9 കുട്ടികളെ നിർത്തിയേക്കുക. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം, അവർ പറയുന്ന കറക്റ്റ് ആണോ നോക്കണമല്ലോ. ഓക്കെ, ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ, 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ, അപ്പോൾ 9 + 3 12 കുട്ടികളാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. ഇതിനെ അപേക്ഷിച്ച് ഒരു വരി കുറവായിരിക്കും, ശരിയല്ലേ? അപ്പം 4 വരിയിൽ 9 കുട്ടികളെ നിർത്തി 36 പേരെ നിർത്തി വെച്ചേക്കുക. നമ്മൾ ഇത് ചൂസ് ചെയ്യാനുള്ള റീസൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. തുടർച്ചയായിട്ട് 3 കൂടി പോകുന്നത് കണ്ടോണ്ടാണ് നമ്മളത് നിർത്തിയത്. ഓക്കെ, സംഭവം പിടികിട്ടിയേ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇത് വരിയിലെ കുട്ടികൾ. ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ, 9 + 3 12 ആണെങ്കിൽ വരി ഒന്ന് കുറയും. കുറഞ്ഞില്ലേ? 4ൽ നിന്ന് കുറഞ്ഞു. ക്ലിയർ ആണോ? ഇനി അടുത്തത് നിങ്ങൾ നോക്ക്. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ, ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ, അപ്പം 9 കുട്ടികൾ എന്നുള്ളത് 6 കുട്ടികളായിട്ട് മാറിയാൽ 2 വരികൾ കൂടി ഉണ്ടാവും. അപ്പം 4 എന്നുള്ളത് 2 ആയി, 2 കൂടെ കൂട്ടി 6 വരിയായി, ശരിയല്ലേ? അപ്പൊ ഇതല്ലേ അവർ പറഞ്ഞേക്കുന്ന കണ്ടീഷൻസ്. ഓക്കെ, ഇത് നിങ്ങൾ അപ്പുറത്തോട്ട് നോക്കിക്കോ. അതായത് 3 കൂടി പോകുന്ന അവസ്ഥയെ കണ്ടെത്തിയാലേ അവിടെ നിങ്ങൾ ചെക്ക് ചെയ്യാവൂ, അല്ലാത്തടത്ത് എന്തിനാ ചെക്ക് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 36. മനസ്സിലായോ? നിങ്ങൾ ഈ 48 ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. 1 × 48, 2 × 24, 3 × 16, 4 × 12, 5 ഇല്ല, 6 × 8, പിന്നെ 7 ഇല്ല, 8 × തിരിച്ച്. ഇവിടെ നിങ്ങൾ 3 കൂടുന്ന അവസ്ഥ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോ. 8 + 3 11, 12 + 3 ഇല്ല, 15 ഇല്ല, 16 + 3 ഇല്ല. എന്നുവെച്ചാൽ കുട്ടികളുടെ എണ്ണം 3 കൂടുന്ന അവസ്ഥ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, 85 × 87 × 89 × 91 × 95 × 96. ഇതിനെ 100 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം. നമുക്ക് ആദ്യം ഈ സംഖ്യയുടെ പ്രോഡക്റ്റിന്റെ അവസാനം എത്ര 0 ഉണ്ടെന്ന് നോക്കാം. എത്രയെങ്കിലും 0 ഇതിനകത്ത് അടങ്ങുന്നുണ്ടോ? ഇതിന്റെ അവസാനം എത്ര 0 ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. പറഞ്ഞ മനസ്സിലായോ? ഇതിന്റെ അവസാനം എത്ര 0 ഉണ്ട് എന്ന് നമുക്ക് അന്വേഷിക്കാം. അങ്ങനെ എത്ര 0 ഉണ്ടെന്ന് നമുക്ക് കിട്ടുന്നോ അതനുസരിച്ച് നമുക്ക് മറ്റൊരു തീരുമാനത്തിലെത്താം. ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ ഇതിന്റെ അവസാനം എത്ര 0 ഉണ്ട് എന്ന് കണ്ടെത്താൻ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് നേരത്തെ. നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൾഡർ ഉണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അതിനകത്ത് കയറി നോക്കിയാൽ ഈ ടൈപ്പ് ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. എത്ര 0-ൽ അവസാനിക്കപ്പെടും എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ നോക്കിയാൽ മതി. അപ്പൊ ഇതിനകത്ത് 5കളുടെ 2, 0 സൃഷ്ടിക്കുന്നത് എപ്പോഴും 5ഉം 2ഉം ആണ്. അപ്പൊ 5ന്റെ 2ന്റെ പെയർ നിങ്ങൾ എടുത്താൽ മതി. 5ന്റെ 2ന്റെ പെയർ എത്ര പെയർ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ 5ന്റെ ഫാക്ടർ ഇതിനകത്ത് എവിടെ? 85 ഒരു 5 ഉണ്ട്. 85 ഒരു 5ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പൊ ഇതിനകത്ത് ഒരു 5 ഉണ്ട്, 85നെ നിങ്ങൾ ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 5 5 7 35. അപ്പൊ ഒരു 5 ഉണ്ട്. അപ്പൊ 5 ഇവിടെ ഒരെണ്ണം ഉണ്ട്. പിന്നെ ഇങ്ങനെ നോക്കിയപ്പോ ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പൊ 5കളുടെ എണ്ണം നമുക്ക് 2 എണ്ണം കിട്ടി ഇതിനകത്തുനിന്ന്. ഓക്കെ, പിന്നെ നമുക്ക് 2കളുടെ എണ്ണവും വേണം. 5ഉം 2ഉം കൂടെ ചേർന്നാലേ 0 ഫോം ചെയ്യത്തുള്ളൂ. ഓക്കെ, 5കളുടെ 2കളുടെ എണ്ണം എത്രയാണോ അതിന്റെ ജോഡി എത്രയാണോ, 5 2 എന്നുള്ളതിന്റെ ജോഡി എത്രയാണോ അത്രയും 0 ഒരു പ്രോഡക്റ്റിനകത്ത് ഉണ്ടാവും. മനസ്സിലായോ? എല്ലാ സംഖ്യകളിനകത്തുള്ള 5ന്റെ 2ന്റെ ജോഡി എടുത്ത് നോക്കുമ്പോൾ എത്ര ജോഡി ഉണ്ടോ അത്രയും 0 അതിനകത്ത് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കുക, 2ന്റെ എണ്ണം കിട്ടണം. 2ന്റെ എണ്ണം ഇതിനകത്ത് ഈവൻ നമ്പറിൽ പൊക്കിയാൽ മതി. 96 ഉണ്ട്. 96 എത്ര 2 അടങ്ങും? 2 വെച്ച് 48, വീണ്ടും 2 വെച്ച് 24,
വീണ്ടും 2 വെച്ച് 12, വീണ്ടും 2 വെച്ച് 6, പിന്നെ 2 വെച്ച് 3. ഇത്രയൊന്നും ചെയ്തു പോകേണ്ട കാര്യമില്ല. കാരണം 2 ഇവിടെ എത്ര തവണയുണ്ട്? 1, 2, 3, 4, 5 തവണയുണ്ട്. അപ്പൊ 5ന്റെ 2ന്റെ ജോഡി എത്രയാണെന്ന് വെച്ചാൽ ഇനി നമുക്ക് 2 കിട്ടാൻ പറ്റത്തുള്ളൂ. ഇതിൽ ചെറുതായിരിക്കും. അതായത് 2 ജോഡി ഇതിനകത്തുണ്ട്. മനസ്സിലാവും എന്തോ? അതായത് 5, 2 പെയറാക്കാൻ എത്ര എണ്ണം പറ്റും? ഇതിനകത്തുനിന്ന് ഒരു 5ഉം ഇതിനകത്തുനിന്ന് ഒരു 2ഉം എടുത്ത് ഒരു പെയർ കിട്ടി. വീണ്ടും ഇതിനകത്ത് ഒരു 5 ബാക്കിയുണ്ട്, ഇതിനകത്തുനിന്ന് ഒരു 2 എടുത്ത് 2 5 തവണയുണ്ടല്ലോ, അടുത്ത ഒരു പെയർ കിട്ടി. അപ്പൊ I2 10, I2 10 എന്ന് വെച്ചാൽ 10 × 10. ഇനി വീണ്ടും 2 ഉണ്ട്, പക്ഷെ 5 ഇല്ല. 5ഉം 2ഉം വന്നാലേ 0 കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എണ്ണത്തിൽ ചെറുത് 2 ആണ്. അപ്പൊ ഇതിന്റെ ഈ പ്രോഡക്റ്റിന്റെ അവസാനം 2 0-ൽ അവസാനിക്കും. ഈ പ്രോഡക്റ്റിന്റെ അവസാനം 2 0-ൽ അവസാനിക്കും. ഈ പ്രോഡക്റ്റിന്റെ അവസാനം 2 0-ൽ അവസാനിക്കും. അതെങ്ങനെയാ മനസ്സിലായത്? ഇതിനകത്ത് 5ന്റെ 2ന്റെ പെയർ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് 2 0-ൽ അവസാനിക്കും. 2 0-ൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകളും 100ന്റെ ഗുണിതങ്ങളായിരിക്കും. 2 0-ൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യകളും 100ന്റെ ഗുണിതങ്ങളായിരിക്കും. ക്ലിയർ അല്ലേ? 100ന്റെ ഗുണിതത്തെ 100 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വല്ലതും വരുമോ? ഇല്ല. ഉത്തരം 0 ആയിരിക്കും. ഉത്തരം 0 ആയിരിക്കും. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ABCDEF എന്നീ 2 മൂന്നക്ക സംഖ്യകളിൽ ABCDEF എന്നിവ വ്യത്യസ്തമായ പൂജ്യമല്ലാത്ത അക്കങ്ങളാണ്. കൂടാതെ ABC + DEF 1111 ആണ്. എങ്കിൽ ABCDEFന്റെ മൂല്യം എന്താണ്? ഇത് കണ്ടാൽ ഭീകരമായിട്ട് തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. കണ്ടാൽ പേടി തോന്നുന്നേ ഉള്ളേ. അപ്പൊ ഇത് മൂന്നക്ക സംഖ്യ, പക്ഷെ എല്ലാം വ്യത്യസ്തമായ പൂജ്യമല്ലാത്തയാന്ന് പറഞ്ഞിട്ടുണ്ട്. പൂജ്യമല്ല, പക്ഷെ വ്യത്യസ്തമാണ്. ഇതെല്ലാം വ്യത്യസ്ത സംഖ്യകളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമുക്ക് ഈ 2 സംഖ്യ കൂട്ടപ്പം 1111 കിട്ടണമെന്ന് പറയുന്നത്. ക്ലിയർ ആണേ? അപ്പൊ ഞാൻ 2 സംഖ്യകളെ കൂട്ടാൻ പോവാ. 1, 2. ഇത് കൂട്ടപ്പോ എനിക്ക് 1111 കിട്ടണം. 1111. അപ്പൊ ഞാൻ യൂണിറ്റ് പ്ലേസിലുള്ള എനിക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ, എൻ്റെ കൂടെ നിങ്ങളും ഇട്ടോ. നിങ്ങൾക്ക് ഞാൻ ഇടാത്ത ഏതെങ്കിലും 2 എണ്ണം ഇട്ടോ നിങ്ങൾ. ഓക്കെ, ഏതിട്ടാലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ ഞാൻ തൽക്കാലം ഒരു 7ഉം 4ഉം കൂടെ ഇടുന്നു. അപ്പൊ എന്തോ അതിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ 7ഉം 4ഉം കൂടെ കൂട്ടപ്പം 11 കിട്ടും. എനിക്ക് 1 കിട്ടണം. ഇവിടെ എല്ലാം കൂട്ടി ലാസ്റ്റ് 1 വരാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാനൊരു മൂന്നക്ക സംഖ്യ എഴുതാൻ പോകുന്നത് കേട്ടോ. മൂന്നക്ക സംഖ്യ. അതിനോടൊപ്പം മറ്റൊരു മൂന്നക്ക സംഖ്യ എഴുതി കൂട്ടാൻ പോവാണ്. ഞാൻ ആദ്യം 7 ആണ് ഇട്ടത്, താഴെ 4 ആണ് ഇട്ടത്. ഇവിടെ 7 എഴുതിയിട്ട് ഇവിടെ 2 ഇട്ടാൽ 7 2 9 കിട്ടത്തുള്ളൂ. ഇത് കൂട്ടപ്പോൾ എനിക്ക് എത്ര കിട്ടണം? 7 4 11. ബാക്കി 1 ഇങ്ങോട്ട് വരും. പിന്നെ ഇത് 2 കൂടെ കൂട്ടി ഈ 1 കൂടെ കൂട്ടപ്പം വീണ്ടും ഇവിടെ 1 വരണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ വരണമെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്ക്. 7 4 11 1 ബാക്കി 1. പിന്നെ ഇവിടെ ഇവിടെ 2 കൂടെ കൂട്ടപ്പം 10 കിട്ടണം. 10 1 കൂടെ കൂട്ടപ്പെടല്ലേ 11 വീണ്ടും വരുന്നത്. ശരിയല്ലേ? അപ്പൊ ഇവിടെ 2 ഇല്ലാത്ത ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടോ. ഞാനിപ്പോ 5 എഴുതുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും 5 വരും. 5 5 10 അക്ക റിപ്പീറ്റ് ആയിപ്പോയി. അപ്പൊ ഞാനിവിടെ 6 ആക്കിക്കോ. 6. അപ്പൊ ഇവിടെ 4. 6 4 10 1 11 അക്ക റിപ്പീറ്റ് ആയിപ്പോയി. അപ്പൊ എനിക്ക് 6 വേണ്ട. 7 ഇവിടെ 8 കഴിച്ചിട്ടുണ്ട്. 8 എഴുതിക്കോ. അപ്പൊ 2 റിപ്പീറ്റ് ആവാതെ നോക്കിയാൽ പോരെ. അപ്പൊ 8 2 10 10 1 11 1 ബാക്കി 1. ഇനി ഇതിനകത്തൊന്നും ഇല്ലാത്തൊരു സംഖ്യ ഇട്ടോ. ഇതിനകത്തൊന്നും ഇല്ലാത്തൊരു സംഖ്യ നമുക്കൊരു 1 എഴുതാം അല്ലേ? 1 ഇട്ടോ. അപ്പോൾ ഇവിടെ 9 വരും. 9 1 10 10 1 11. കണ്ടോ? ഇതാ നമ്മുടെ അക്കങ്ങൾ. ആ മൂന്നക്ക സംഖ്യ ഇതാ 187 927 4. സംഭവം മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ഈ 7 4 ഇവിടെ ഇട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഇടാം. വേറൊരെണ്ണം ഇടാം. ഇപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് 6 ഇടാം. അപ്പൊ 6 ഇടപ്പോൾ ഇവിടെ എത്ര വരണം? 5. 6 5 11 1 ബാക്കി 1. ഇവിടെ നിങ്ങൾക്ക് ഇനി ബാക്കി ഇവിടെ 2 അക്കം 3 അക്കമാണ് എനിക്ക് ഇങ്ങോട്ട് എഴുതേണ്ടത്. 3 അക്കമായിട്ട് എഴുതേണ്ടത്. അപ്പൊ 6 5 11 1 ബാക്കി 1. ഇനി 2 എണ്ണം കൂടെ ഇടണം. പക്ഷേ ഈ 2 എണ്ണം കൂടെ കൂട്ടാൻ 10 കിട്ടണം. എന്നാലും ഇതുകൂടെ കൂട്ടി 11 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. 0 അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ 0 ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പൊ 6 5 11 1 ബാക്കി 1. ഞാനിവിടെ തൽക്കാലം 7 ഇടുവാണ്. അല്ല, ഇവിടെ 7 വന്നിട്ടുണ്ട്. ഇനി അവിടെ 7 വന്ന് ഇനി ഇവിടെ 7 ഇല്ലാത്ത വല്ലതും ഇടാൻ പറ്റുമോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് 2 തോന്നി. അപ്പോൾ നിങ്ങൾ 2 ഇടുക. അപ്പോൾ 2 ഇടാൻ നേരത്ത് ഇവിടെ 8 വരും. അപ്പോൾ 8 2 10 1 11 1 ബാക്കി 1. ഇനി അടുത്തത് ഇതിനകത്തൊന്നും ഇല്ലാത്തൊരു സംഖ്യ
ഇതിനകത്ത് ഒന്നും ഇല്ലാത്ത വേറെ വല്ലവരും ഉണ്ടോ? അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇതിനകത്തങ്ങ് 3 കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ഇടാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 7 വരും. അപ്പോൾ 7 3 10 1 11. അപ്പോൾ ഇത് 3 അക്ക സംഖ്യയായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. അല്ലെ ഇതും അടുത്ത 3 അക്ക സംഖ്യയായിട്ട് പരിഗണിക്കാം. അവർ പറയുന്ന എല്ലാ പ്രത്യേകത ഇതിനകത്തുണ്ട്. ഇതായാലും അതായാലും ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ. 326 785 കൂടെ കൂട്ടി 6 5 11 ഇഷ്ടമൊന്ന് 8 2 11 11 ഇഷ്ടമൊന്ന് 7 3 11 11. എല്ലാ അക്കങ്ങളും ഡിഫറൻറ്റാ. 2 3 അല്ലേ? ഇവിടെ എല്ലാ അക്കങ്ങളും ഡിഫറൻ്റ് അല്ലേ? 2 3 അക്ക സംഖ്യ 7 4 11 1 8 2 11 11 1 9 1 11 11. നമ്മുടെ ചോദ്യം ഈ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി എത്ര കിട്ടുമെന്നാണ്. ഒരാൾ എഴുതിയത് ഇതാണ്. അയാൾ അക്കങ്ങൾ കൂട്ടിക്കോ. ഇതിനകത്ത് അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി എന്ത് കിട്ടുമെന്ന് നോക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇതിനകത്ത് അക്കങ്ങൾ കൂട്ടിയ 9 1 10 8 2 10 7 3 10. ഈ 10 10 10 കൂടെ കൂട്ടപ്പോൾ എത്ര കിട്ടും? 10 10 സോറി 9 1 10 8 2 10 7 4 11 10 പ്ലസ് 10 പ്ലസ് 11 എത്ര കിട്ടും? 31. ഈ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 31 കിട്ടും. അങ്ങനെ വരാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടപ്പം 7 4 കൂടെ കൂട്ടപ്പോൾ നമുക്ക് 11 വരും. 2 അക്കങ്ങൾ. ഇത് രണ്ടും കൂടെ കൂട്ടപ്പം 10 വരും. ഇത് രണ്ടും കൂടെ കൂട്ടപ്പം 10 വരും. അപ്പോൾ 10 പ്ലസ് 10 പ്ലസ് 11 31 വരാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ എഴുതിയത് ഇതാണെന്ന് വിചാരിച്ചോ. ഇതിനകത്ത് അക്കങ്ങളെല്ലാം കൂടെ കൂട്ടുക. അതാണല്ലോ അവർ പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. ABC. ഇത് DEF ആണ്, ഇത് D ആണ്, ഇത് E ആണ്, ഇത് F ആണ്. മനസ്സിലായോ? ABC എന്ന് പറഞ്ഞാൽ 326, ABC എന്ന് പറഞ്ഞാൽ 326, DEF എന്ന് പറഞ്ഞാൽ 785. ഇനി അക്കങ്ങൾ കൂട്ടിക്കോ. ഇതെല്ലാം കൂടെ പറക്കി കൂട്ടാനാണ് അവർ പറഞ്ഞേക്കുന്നത്. 3 2 5 6 11 പ്ലസ് 8 7 15 5 20 20 11 31. ഇനി ഇവിടെ 8 കൂട്ടിയാലും നമുക്ക് ആ 31 വരത്തുള്ളൂ. നോക്കാം. 7 3 10 പ്ലസ് 8 2 10 പ്ലസ് 6 5 11 31. മനസ്സിലായി? ഇനി നിങ്ങൾ എങ്ങനെയൊക്കെ ഇത് എഴുതി നോക്കിയാലും അക്കങ്ങളുടെ തുക ഇനി 31 വരത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ഉത്തരം 31. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കൃത്യമായ ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? ചുമ്മാ ഒന്ന് നോക്കിക്കോ. ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഇത് 12, ഇത് 6, ഇത് 9, ഇത് 3, ഇത് 10, ഇത് 11, ഇത് 1, ഇത് 2, ഇത് 4, ഇത് 5, ഇത് 7, ഇത് 8. രാവിലെ 8 മണി കാണിക്കുന്നു. ഇതാ 8 മണി. ഇനി 2 മണി ആവണമെങ്കിൽ മണിക്കൂർ സൂചി 2ന്റെ അടുത്ത് ചെല്ലണം. ഓക്കെ, ഇതാ മണിക്കൂർ സൂചി. ഈ മണിക്കൂർ സൂചി 8ൽ നിന്ന് 2ൽ എത്തണം. നല്ല 2 മണി ആവത്തുള്ളൂ. അപ്പൊ രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങണം? ഇതിങ്ങനെ കറങ്ങി 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 2ന്റെ അടുത്ത് എത്തണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സംഖ്യയിൽ നിന്ന് അടുത്ത സംഖ്യ വരെ 30 ഡിഗ്രിയാണ്. 2 സംഖ്യകൾക്കിടയിൽ ഉണ്ടാകുന്ന കോണളവ് എത്ര എന്ന് വെച്ചാൽ 30 ഡിഗ്രിയാണ് ക്ലോക്കിനകത്ത്. അങ്ങനെ എത്ര 30 സഞ്ചരിക്കുമെന്ന് നോക്കിയാൽ പോരെ. 30, രണ്ടാമത്തെ 30, അടുത്ത 30, അടുത്ത 30. മണിക്കൂർ സൂചി ഇങ്ങനെ കറങ്ങുക. 12 മണി ആയിട്ടുണ്ട്. ഇതാ 1 മണിയാകുമ്പോൾ അടുത്ത 30 കവർ ചെയ്ത്, 2 മണിയാകുമ്പോൾ അടുത്ത 30 കവർ ചെയ്ത്. അങ്ങനെ എത്ര 30 കവർ ചെയ്ത്? 1 2 3 4 5 6 6 × 30 ടോട്ടലി എത്ര? 180 ഡിഗ്രി കവർ ചെയ്ത്. അല്ല തന്നെ ഇത് 2 എതിര് നിൽക്കുന്ന സംഖ്യയല്ലേ? മണിക്കൂർ സൂചി കറങ്ങി അടിച്ച് ഇവിടെ വരത്തില്ലേ? 180 ഡിഗ്രി. ഓപ്ഷൻ ഡി. ഓക്കെ, ഇതിനകത്ത് ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യനുകളും എളുപ്പം തന്നെയായിരുന്നു. എല്ലാ ക്വസ്റ്റ്യനും എളുപ്പമല്ലേ? പാടുള്ള ഒരു ക്വസ്റ്റ്യനും ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.